ഇംപ്രൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അമർ അക്ബർ ആൻ്റണി ആണെന്നെങ്കിലും ഇപ്പം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇതാണെന്നുണ്ടെങ്കിലും വിഷ്ണു കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു മാനറിസോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൊടുത്ത ഒരു സീൻ ഇത് നമുക്ക് കാണുന്നതേ ഉള്ളൂ. ഇത് ഇറങ്ങിയ 2 സിനിമകളിൽ നമുക്കൊരു ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സീൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു? അല്ല, അതിലൊക്കെ ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ ചെയ്തു നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഇപ്പോൾ ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും ബേസിക്കലി ആക്ടേഴ്സ് ആവാൻ വേണ്ടി തൊട്ടാണ് എഴുതിയത് പോലും. അപ്പോൾ ഈ ഓരോ സീനും എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ സീനല്ല ഒരിക്കലും ഫൈനൽ സ്ക്രിപ്റ്റിലുള്ളത്. അത് നമ്മൾ പറഞ്ഞു നോക്കി ചെയ്തു നോക്കി, അത് പിന്നെ ആക്ടർ മാറി ഇന്ന ആളെ വെച്ച് ചെയ്യിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അയാളുടെ ഒരു മീറ്ററിലേക്ക് ഞങ്ങൾ പിന്നെയും അതിനൊന്ന് ട്യൂൺ ചെയ്ത് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി ആ ഫൈൻ ട്യൂണായ സ്ക്രിപ്റ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൊക്കേഷനിൽ വന്ന ഇംപ്രൊവൈസേഷൻസ് ആക്ച്വലി ആ 2 സിനിമയിലും വളരെ കുറവാണ്. കുഞ്ഞു ചെറിയ അഡീഷൻസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതെ, ചെറിയ അതെല്ലാ സിനിമകളിലും സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമകളിലും അതിപ്പോൾ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഇംപ്രൊവൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒന്നും ഒരു ഇംപ്രൊവൈസേഷനും ഇല്ലാണ്ട് അത് തന്നെ ചെയ്തു വയ്ക്കുന്ന പരിപാടിയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളിൽ കൂട്ടായ്മയാണ്. അവിടെ സ്പോട്ടിൽ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, ഒരു ലൊക്കേഷൻ കണ്ട് ഒരു ഉത്സവം, ആ മറ്റേ ആരാണേ ആരാണേ അമ്പിളിപ്പുങ്കടവിൽ ആ പാട്ടിൻ്റെ സെറ്റ് ഒരു 10-35 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഉത്സവം സെറ്റ് ഇട്ട് ഫുൾ ഒരു അമ്പലം അങ്ങനെ തന്നെ. എവിടെ ഇരുന്നത്? ഈരാറ്റുപേട്ടയിൽ. അവിടെ ഒരു ഈ വലിയ ക്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി ആ വഴിയിൽ ടാർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ സാധനം അങ്ങോട്ട് ക്രെയിൻ കയറ്റിയത്. നമുക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് മഴ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ മൊത്തം സെറ്റപ്പ് പൊളിച്ചുകൊണ്ട് വന്നിട്ട് മഴയില്ലാത്ത സ്ഥലം എവിടെയെന്ന് തപ്പി നമ്മളിങ്ങനെ പോയിട്ട്, ഇപ്പോൾ പാലക്കാട് ഏരിയയിലാണെങ്കിൽ മഴ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരവും ഒക്കെ കാണുന്നത് മറ്റത് ട്യൂൺഡായാണ്. നമ്മൾ ഇന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തെല്ലാം ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് എന്നൊക്കെ കാര്യങ്ങളാണ്. അവിടെ നിന്ന് പൊളിച്ച് ഇപ്പുറത്ത് വന്ന് ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചനയും. അപ്പോൾ മൊത്തം ഇത് മാറ്റല്ലേ. അപ്പോൾ അവിടെ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നിന്നുള്ള തീരുമാനമാണ്. അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്പേസ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ കൺസ്ട്രക്ഷൻ മാറും. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെ അങ്ങനെയാണെങ്കിൽ റിഹേഴ്സൽ ഹാൾ ഇത് ഇങ്ങനെയൊക്കെ മൊത്തം മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മൾ പൊളിച്ച് വേറെ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ നാദർഷയിലെ ഒരു ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു, അത് വായിച്ച് നമ്മളിപ്പോൾ ലൊക്കേഷൻ കാണുന്നു, ലൊക്കേഷൻ കണ്ടിട്ട് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റുകളിലേക്ക് ഷോട്ടുകൾ മനസ്സിൽ കൊണ്ടു നടന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണോ, അതെയോ രാവിലെ എഴുന്നേറ്റ് അവിടെ വന്നു കഴിയുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ഒരു ഷോട്ട്സ് ആണോ കമ്പോസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് ശരിക്കും? അങ്ങനെ ലൊക്കേഷൻ ആദ്യം നമ്മൾ പോയി കാണുമല്ലോ. കാണുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബസ് വരുന്നു, ആ ബസ് ഇങ്ങനെ കയറ്റം കയറി ഇവിടെ എന്നിട്ട് ആ ബസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ ക്യാമറാനും മറ്റേ റൈറ്ററും ആർട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ആ ബസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വയ്ക്കാം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് നമ്മുടെ മനസ്സിലൊരു റൂട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ രാവിലെ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, അപ്പോൾ അവിടെ സാറേ അവിടെ പെർമിഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരിക്കും വരുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ വേറെ ഏത് വഴിയാണോ, എന്നാൽ പിന്നെ ഇപ്പുറത്തെ കയറ്റം പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അങ്ങനെ വല്ല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പിന്നെ ഷോർട്ട് ഡിവിഷനൊക്കെ അപ്പോഴേ ചെയ്യുള്ളൂ. കാരണം ഇമ്പ്രവൈസ് ചെയ്ത് പോകുമ്പോൾ ആക്ടർ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടെ ക്യാമറ വെക്കാം, ഇവിടെ ക്യാമറ വെച്ചിട്ട് അത് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഇവിടുന്ന് സാക്ഷൻ, ആ പരിപാടി ഇല്ല. ഷൂട്ട് ചെയ്ത് കയറി പോകുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു പരിപാടി അതങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ ഫ്രീ ആക്കാൻ പറ്റും. ചട്ടക്കൂടലായി പോകും. അവരെന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം വെറുതെ നോക്കിന്ന് കാണും. നിങ്ങളെന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റപ്പ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ബേസ് ലൈറ്റ് വെച്ചിട്ട് എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ആർട്ടിസ്റ്റ് വരുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. മറ്റേ ക്യാരക്ടർ ഇവിടെ നിന്ന് വാതിൽ തുറന്ന് ഇവിടെ വരുമ്പോൾ
അപ്പോൾ അവിടെ ഇരിക്കും മറ്റവനിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ADs വെച്ചിട്ട് നമ്മളൊരു റൂട്ട് ഉണ്ടാക്കും. മറ്റേ ക്യാരക്ടർ ഇവിടെ ഇരിക്കും, അശോക് ചേട്ടൻ ഇവിടെ ഇരിക്കും, വിഷ്ണു അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് നിൽക്കുന്നത് മറ്റേ പോലെ അങ്ങനെ ഒരു കോറിയോഗ്രാഫി സെറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ലൈറ്റപ്പ് ചെയ്യുള്ളൂ. തലേ ദിവസം ചില മെയിൻ സീനൊക്കെ തലേ ദിവസമേ പ്ലാൻ ചെയ്യും. ഇതേപോലെയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിലെ ചില ആക്ടേഴ്സ് അപ്പോഴായിരിക്കുമല്ലോ തന്നെ. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും സാക്ഷ്യം പറയും. അപ്പം ഇതൊക്കെ ഒന്നുകൂടി പൊളിച്ചിട്ടുണ്ടാവും. നല്ല ചിലത് വളരെ നമ്മൾ പ്ലാൻ ചെയ്താലും മുകളിൽ പോകും അല്ലെ, അങ്ങനെ ചില സജഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ. ഉറപ്പായിട്ടും. അല്ല, സജഷന് എടുക്കണമെങ്കിൽ അത് വർക്കായ മാത്രമല്ല എന്നാൽ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുള്ളൂ. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് അറിയാം, നമുക്ക് റൈറ്റർ ഡയറക്ടർ എല്ലാം കൂടി നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിലിട്ട് അധികം പണിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. രസച്ചരട് പോകും. രസച്ചരടല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ പോയിക്കുന്ന ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാധനം പ്ലാൻ ചെയ്ത് മാറ്റുക. ചിലതിന് ഗുണം ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ശ്രദ്ധിക്കുക, അങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുക. ഒരെണ്ണം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വലിയ പണി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ശരിക്കും അതിൻ്റെ ആളാണ് നമ്മളാണ് വേണ്ട പൊളിക്കണ്ട അപ്പം ഇംപ്രൂവൈസേഷൻ വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇംപ്രൂവൈസേഷൻ ഉണ്ട് സ്പോട്ടിൽ. സ്റ്റേജിൽ നിന്ന് വന്ന ഒരു ഇതായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അതെ സ്പോട്ടിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളാദ്യം അതിനകത്ത് ഇവർ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനിൽ ടൈമിംഗ് ഇല്ലാത്ത അത് ആദ്യം പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റുള്ള സ്ഥലത്തു നിന്നല്ല ഒരു വേറെ ചെന്നിട്ട് അപ്പോൾ നമുക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെയുള്ള അതിന് കണ്ടുവച്ചിരുന്ന ലൊക്കേഷനും വേറൊരു സ്ഥലമായിരുന്നു. വേറെ കുറച്ച് ആഴമുള്ള, അതായത് റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആഴമുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക, ഒഴുകി പോകുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുജിത്താണ് പറഞ്ഞത് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലോ. വലിയ ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു അങ്ങനെ റിസ്ക് എടുത്തതേ ഇദ്ദേഹമൊക്കെ കയറി ഇത്ര ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ടെണ്ണത്തിനെയും കൂടി എടുത്ത് അത് സിംഗിൾ ഷോട്ടിലാണ് അത് ചെയ്തേക്കുന്നത്. അവർ ബൈക്കിന് വന്നത് തൊട്ട്, കാരണം ഡ്യൂപ്പല്ല ചാടിയെന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു. ഇവിടെ വന്ന് ഇവർ ബൈക്കിന് വന്ന് ഇറങ്ങി, അവിടുന്ന് ഒരു ഷോട്ടിൽ ഇവൻ രണ്ടുപേരും കൂടി വന്ന് ബൈക്കിന് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ പാലത്തിൻ്റെ മേളിൽ കയറി എടുത്ത് ജമ്പ് ചെയ്യണത് ഒറ്റ ഷോട്ടിലുണ്ട്. ഡ്യൂപ്പൊന്നുമില്ല. ഇതിനൊക്കെ എവിടെ നിന്ന് ഡ്യൂപ്പിട്ട് എത്ര ചെറിയ ഡ്യൂപ്പിനെ കിട്ടുന്നത് എവിടെ നിന്നാണ്? അവമാനിച്ച് മതിയായി ഞാൻ പൊക്കോട്ടെ. പല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടൊന്നും അടിക്കാൻ പറ്റുമോ നമുക്ക്? അതൊരു വലിയ കേസാവും. അതിൽ നല്ലത് ബാലവേല. ഈ വിഷ്ണുവിൻ്റെയൊക്കെ ഈ മുഖവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തീരെ ചെറിയ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ കൊണ്ടുവന്ന് താടി ഒട്ടിച്ചിട്ട് എടുത്ത് ചാടിക്കാൻ പറ്റുമോ? അത് അംഗീകാരമാണത്. പ്രായം തോന്നിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സാധനം. ഈ ശരിക്കും ചാടുമ്പോൾ ഉള്ള കൺസേൺസ് എന്തായിരുന്നു? ശരിക്കും ചാടുമ്പോഴുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പല തവണ അപകടം പറ്റിയിട്ടുള്ള ഒരാളായതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇക്ക തന്നെ ഇവിടെ സൂക്ഷിക്കണോട്ടാ എന്നൊരു 50,000 തവണ പറഞ്ഞിട്ടുണ്ട്. പേടിയാണ്. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർക്കും ഇത് സ്ക്രിപ്റ്റ് റൈറ്റർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചാടിയാൽ നന്നാവും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അറിയാം. പണ്ട് എനിക്കറിയാവുന്ന കേസാണ്. ഞാൻ ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കുന്ന സമയത്ത് മുക്കം പാലുമല്ലേ നമ്മുടെ ഇരവഴിഞ്ഞ് പുഴ, മറ്റേ മൊയ്തീൻ്റെ ആ പുഴയിൽ ആ തൂക്കുപാലത്തിൻ്റെ മേളിൽ കൂടി ഞങ്ങൾ 2 ടീം ഓടി വരുന്നു. ഒരു ടീം അവിടുന്ന് വില്ലന്മാരും ഇവിടുന്ന് ഞങ്ങളുടെ ടീമായിട്ട്. അപ്പോൾ ഞാനൊക്കെ അതിനകത്ത് കളരി വാളും പരിചയമൊക്കെ ആയിട്ട്, അപ്പം നമ്മുടെ കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ട് ഈ ഓടിയോ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ആവേശമാണല്ലോ. ആവേശ് കുമാർമാരിൽ ഒരാളായിരുന്നു ഞാൻ. ഓടി ഫ്രണ്ടിൽ കയറിയിട്ട് ഇതിങ്ങനെയൊക്കെ നിന്ന് കട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വില്ലന്മാരും വന്നു. ഡയറക്ടർ കട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈം ഷോട്ടാണ്. ആ വന്ന് നിന്ന് ആരൊക്കെയാണ് എവിടേക്ക് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ആദർശമായിരുന്നോ ഫ്രണ്ടിൽ? ഓക്കെ ശരി. ബാക്കി ആ ഫ്രണ്ടിലുള്ള ആൾക്കാർ വെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഞാൻ പറയുന്നത് ഫ്രണ്ടിൽ വന്ന് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് നീന്തലറിയാൻ പാടില്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അത് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ ഷോട്ടിൽ ആ ഫ്രണ്ടിലുള്ളവർ കറക്റ്റ് പാടത്തിൻ്റെ മുകളിൽ തീർത്ത് ചാടണം മറ്റേ വില്ലനെയും കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്
ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്ന് നിന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ല അവിടെ തന്നെയാണ് അന്ന് മോണിറ്ററൊന്നുമില്ലല്ലോ അല്ല അവിടുന്ന്. അപ്പോൾ ദിലീപ് പോയിട്ട് പറഞ്ഞു, ദിലീപ് കരയിൽ നിന്നിട്ടുള്ള സീനാണ്. ദിലീപ് ആനീനെ എന്താ കല്യാണ സീൻ. അപ്പോൾ ദിലീപ് ആ ഇതിലില്ല, ഫ്രണ്ടിൽ ഓടി വന്ന് വെട്ടണതിൽ. ദിലീപ് പറഞ്ഞു, സാറേ അവന് നീന്തൽ അറിയാൻ പാടില്ല. അപ്പോൾ ഡയറക്ടർ സുനിലാണ്. സുനിൽ പറഞ്ഞു, എനിക്കതൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഷോട്ടിൽ ആൾ ചാടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം തമാശ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ വെറുതെ ചാടയല്ല, ഓപ്പോസിറ്റ് വന്ന ഗുണ്ടയില്ലേ എടുത്തെറിയുന്നത്. അല്ല, ഗുണ്ടയും ഞാനും കൂടിയാണ് എടുത്ത് ചാടേണ്ടത്. വിത്ത് മറ്റേ വാളും പരിചയം. അത് മറ്റേ CVN കളരി കോഴിക്കോട് അവിടുന്ന് കൊണ്ടുവന്ന ഒറിജിനൽ സാധനമാണ്. ഡമ്മിയൊന്നുമല്ലല്ലേ? ഡമ്മിയൊന്നുമല്ല, അപ്പോൾ നല്ല വെയിറ്റുള്ള നല്ല സാധനം. വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് ചാടിയില്ലെങ്കിൽ പാക്കപ്പാണ്. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പോയി. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ചാടാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലെ ചാടാന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്തെന്നറിയോ, ദേഷ്യം ഉണ്ടല്ലോ മനസ്സിൽ. ഈ വാളും പരിചയം ആക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഇടത്തോട്ടാണ് ചാടേണ്ടത്. വലത്തെ ആ പുഴ മറ്റേ പാലത്രയല്ലേ ഉള്ളൂ ചെറിയ, വലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. എന്നിട്ട് ഗുണ്ടേനെ പിടിച്ചിട്ട്, അണ്ണാ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ, എന്നെ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ എടുത്ത് ചാടി. ആ ഓപ്പോസിറ്റ് നിന്ന് ആ സഹോദരന് നീന്തലൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പുള്ളി എന്നെ കൂടി ചാടി അവിടെ താഴെ. അന്ന് ആർട്ടിലെ അബൂക്ക എന്നൊക്കെ പറഞ്ഞ അബൂക്കൊക്കെ അതിൻ്റെ ഇവിടെ പൊന്തക്കാട്ടിലും ആ തൂണിൻ്റെ മറവിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ് ചെയ്ത്. എന്നിട്ട് അവരെ കൂടി പൊക്കി കയറ്റി കുറേ വെള്ളം കുടിച്ച് തന്നു.